കോഴിക്കോട്ടെ സ്വകാര്യ ബസ് ഉടമകൾ നിരാഹാര സമരത്തിലേക്കാണ്. പ്രതിഷേധ സൂചകമായി ഇന്ന് ജില്ലാ കളക്ടറേറ്റ് ഓഫീസിലേക്ക് ബസ് ഉടമകളുടെ കളക്ടറേറ്റ് മാർച്ചും നിരാഹാര സത്യാഗ്രഹവും നടത്തും. വിവരങ്ങളുമായി PJ അരുൺ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയതിന്റെ ഫലമാണ് പ്രൈവറ്റ് ബസ് ഉടമകൾ പെരുവഴിയായിരിക്കുന്നു. പ്രൈവറ്റ് ബസ്സുകൾ പലയിടങ്ങളിലും സർവീസ് നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ഇന്ന് സൂചനാ സമരമാണ്, നിരാഹാര സത്യാഗ്രഹമുണ്ട്, കളക്ടറേറ്റ് മാർച്ചുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തിപ്പെടുത്തുമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ഇന്ന് ബസ് സർവീസ് നടത്തുമല്ലോ അല്ലേ, അതോ ഇന്ന് സർവീസുകളും മുടക്കമാണോ? ഗുഡ് മോർണിംഗ് മനു. ഈ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിന് ആ ഒരു പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം സ്വകാര്യ ബസ് ഉടമകൾ രേഖപ്പെടുത്തിയിരുന്നു. കാരണം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈനംദിന ചെലവുകൾക്ക് പോലും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം തികയുന്നില്ല എന്നുള്ള ഒരു വിമർശനം തന്നെയാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അറിയിച്ചിട്ടുള്ളത്. ഇന്നെന്തായാലും മനു പറഞ്ഞതുപോലെ ബസ്സുകൾ മുടക്കിക്കൊണ്ടുള്ള ഒരു സമരത്തിനൊന്നും ഇതുവരെയും അസോസിയേഷൻ തയ്യാറെടുത്തിട്ടില്ല. പതിവ് പോലെ തന്നെ കോഴിക്കോട് അന്തർജില്ലാ സർവീസുകളും അതുപോലെ സിറ്റി സർവീസുകളും എല്ലാം കോഴിക്കോട് ജില്ലയിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സജ്ജീകരിച്ചിരിക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യും. എന്തായാലും 10 മണിയോടുകൂടി നിരാഹാര സമരവും പ്രതിഷേധ സമരവുമാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. എന്തായാലും പൂർണ്ണമായും ബസ് സമരത്തിലേക്ക്, ഈ ബസ് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോകാൻ വേണ്ടി ബസ് ഓപ്പറേറ്റർ അസോസിയേഷനും മറ്റ് സംഘടനകളും തീരുമാനിച്ചിട്ടില്ല. കാരണം ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ള രീതിയിൽ ബസ് സർവീസ് കൂടി നിർത്തിവെച്ചാൽ കിട്ടുന്ന പൈസ കൂടി ഇല്ലാതാവുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ്. കാരണം നേരത്തെ അറിയാം, ഈ LDF സർക്കാർ പോയ സമയത്ത്, LDF സർക്കാരിന് അധികാരം നഷ്ടപ്പെട്ട സമയത്ത് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ബസ് ഓപ്പറേറ്റേഴ്സ് പോലും ഇപ്പോൾ ഈ VD സതീശൻ്റെ ഈ ഒരു നിലപാടിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം. അതും ഗൗരവകരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം വലിയ രീതിയിലുള്ള ഇന്ദിരാ ഗ്യാരണ്ടികളും മറ്റ് ഗ്യാരണ്ടികളുമായി മുന്നോട്ട് വന്ന, അല്ലെങ്കിൽ അധികാരത്തിലെത്തിയ VD സതീശൻ സർക്കാരാണ്. ഈ സർക്കാർ നേരിട്ട് വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ജന ഉപദ്രവകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ദിര കട്ട് പോലെയുള്ള കാര്യങ്ങൾ, മറ്റ് ആരോഗ്യ മേഖല ആകെ താളം തെറ്റുന്ന കാഴ്ച, അതിനോടൊപ്പം തന്നെ പൊതുഗതാഗത സംവിധാനം ആകെ താറുമാറാവുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. KSRTC ആകെ തകർക്കുന്ന ഒരു നിലപാടാണ് ഈ UDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഒരു വശത്ത് അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് സ്ത്രീകൾക്ക് വളരെ സഹായകരമാണെന്നുള്ള ഒരു അഭിപ്രായം മറ്റൊരു വശത്തും ഉയരുന്നുണ്ട്. പക്ഷേ പല രീതിയിലുള്ള ഒരു വിമർശനം ഉയരുന്നു എന്നുള്ളതിൽ ഏറ്റവും ശ്രദ്ധേയമായത് എനിക്കറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ബസ് ഉടമകൾ സമരത്തിലേക്ക് പോവുകയാണല്ലോ. ഇന്ന് സൂചനാ സമരമാണ്. വരും ദിവസങ്ങളിൽ ഇവർ ഈ സമരം അതിന്റെ തുടർച്ചയിലേക്ക് കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത്? സർവീസ് അടക്കം മുടക്കിക്കൊണ്ടുള്ള നടപടികളിലേക്ക് പോകാനാണോ തീരുമാനം? എന്താണ് അവരുടെ സംഘടനകൾ അതിനെക്കുറിച്ച് പറയുന്നത്? അതാണ് ഇപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത്. മനു, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പൂർണ്ണമായും സർവീസുകൾ നിർത്തിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോകുവാൻ താല്പര്യമില്ല. അത് അവരുടെ ദൈനംദിന ചെലവുകളെ ആശ്രയിച്ചുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പൂർണ്ണമായും അടച്ചിടുവാൻ വേണ്ടി ബസ് ഓപ്പറേറ്റേഴ്സ് തയ്യാറാവുന്നില്ല. എന്നിരുന്നാലും നിരാഹാര സമരവും പ്രതിഷേധ സമരവും സൂചനയായി തന്നെ നടത്താൻ തന്നെയാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. ഈ ഒരു സമരവും ഒരു പ്രതിഷേധവും കണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നിലപാട് എടുത്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായും ബസ് സർവീസുകൾ നിർത്തിക്കൊണ്ടുള്ള പൂർണ്ണ സമയ നിരാഹാര സമരത്തിലേക്ക് പോകുമെന്നുള്ളൊരു സൂചന തന്നെയാണ് ഇന്ന് സമരത്തിലൂടെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും മലബാർ മേഖലയിൽ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, KSRTC ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നടത്താത്ത പല സ്ഥലങ്ങളുണ്ട്. പ്രൈവറ്റ് ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. KSRTC ബസ്സുകൾ പ്രധാനമായും സർവീസ് നടത്തുന്ന താമരശ്ശേരി മേഖലകളുണ്ട്, വയനാട് റൂട്ടുണ്ട്. ഈ വയനാട് റൂട്ടുകളിലെല്ലാം നടത്തുന്ന, തൃശ്ശൂർ റൂട്ടുകളിലെല്ലാം സർവീസ് നടത്തുന്ന, പാലക്കാട് സർവീസ് നടത്തുന്ന ഈ റൂട്ടുകളിലൊന്നും സ്ത്രീകൾ വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അത് ഇവരുടെ വരുമാനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രതിഷേധകരമായി, അല്ലെങ്കിൽ ഇവർ വിമർശനപരമായി ഉന്നയിക്കുന്നത്. കാരണം ഡീസൽ ചെലവിനുള്ള ഒരു വരുമാനം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 3000 രൂപ മുതൽ 6000 രൂപ വരെ ഒരു ദിവസം വരുമാനത്തിൽ കുറവ് വരുന്നു എന്നുള്ളതും ഇവർ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആത്യന്തികമായി ഇതൊരു വ്യവസായമാണ്. ഒരു പ്രൈവറ്റ് ബസ്സിനെ ചുറ്റിപ്പറ്റി തന്നെ 4ഓളം കുടുംബങ്ങൾ ചെയ്യുന്ന, അവരുടെ ഉടമ ഉൾപ്പെടെയുള്ള 4 കുടുംബങ്ങൾ കഴിയേണ്ട ഒരു ഇതാണ്. ചെറുകിട 1-2 ബസ്സുള്ളവർക്കായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുക. ഈ ഒരു നിലപാട് തുടരുകയാണെങ്കിൽ ഒന്നുകിൽ ഡീസൽ സബ്സിഡി സ്വകാര്യ ബസ്സുടമകൾക്ക് അനുവദിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ
മറ്റ് വാഗ്ദാനങ്ങളും മറ്റു ആനുകൂല്യങ്ങളും സ്വകാര്യ ബസ് ഉടമകൾക്ക് അനുവദിക്കുക, ഇത്തരം ആവശ്യങ്ങളാണ് പ്രധാനമായും ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ അവർ സ്വാഭാവികമായും പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കും. അപ്പോൾ തന്നെ സ്ത്രീ യാത്രക്കാരെ കൂടി പ്രൈവറ്റ് ബസ്സിൽ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു നിലപാടിൽ ആ ഒരു നഷ്ടം നികത്തുവാൻ വേണ്ടിയിട്ടുള്ള നഷ്ടം നികത്തുവാനുള്ള വരുമാനം അല്ലെങ്കിൽ ആ ഒരു തുക സംസ്ഥാന സർക്കാർ നൽകണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യങ്ങളിൽ ഒന്ന്. എന്തായാലും ഇന്ന് 10 മണിക്ക് കോഴിക്കോട് നഗരത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധ സമരം, നിരാഹാര സമരം, ഇതൊരു സൂചനമായി മാത്രം നമുക്ക് കാണാൻ പറ്റൂ. മനു, ശരി, നമുക്ക് നോക്കാം എന്തായാലും അടുത്ത നടപടികൾ എങ്ങനെയാണെന്ന്. ഏതായാലും ഇന്നൊരു സൂചനാ പണിമുടക്കാണ്. വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തമാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു പഠനമോ യാതൊരു വിധത്തിലുള്ള ഗവേഷണമോ നടത്താതെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. ആ പദ്ധതി അധികാരത്തിൽ വരുമ്പോൾ മറ്റു മാർഗ്ഗങ്ങളില്ലാതെ പരിമിതമായ തരത്തിലെങ്കിലും നടപ്പിലാക്കേണ്ടി വരുന്നു. അത് നടപ്പിലാക്കുമ്പോൾ കേരളത്തിന്റെ ഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായിരുന്ന വലിയൊരു ശാഖ ഇതാ ഒടിഞ്ഞു തൂങ്ങി ഇല്ലാതാകാൻ പോവുകയാണ്. ആ ശാഖയുടെ പേരാണ് സ്വകാര്യ ബസ് വ്യവസായം എന്ന് പറയുന്നത്. 800ഓളം ബസ്സുകൾ G-ഫോം നൽകി കഴിഞ്ഞിരിക്കുന്നു. G-ഫോം എന്ന് പറഞ്ഞാൽ സർവീസ് നിർത്തുന്നതിനുള്ള ഫോമാണ് RTOയ്ക്ക് നൽകുന്നത്. അത് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കൂടുതൽ ബസ്സുകൾ വരും ദിവസങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന നടപടികളിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിനിടയിൽ രസകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം കണ്ടു. അതായത് വയനാട്ടിൽ സമരം പ്രഖ്യാപിച്ചിരുന്നല്ലോ സ്വകാര്യ ബസ് ഉടമകൾ. പക്ഷേ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് അവർ ആ സമരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ആ സമരത്തിൽ കളക്ടർ അവർക്കൊരു ഉറപ്പ് നൽകിയെന്നാണ് പറഞ്ഞത്. ആ ഉറപ്പ് എന്താണ്? അതായത് ഈ പ്രിയദർശിനി ബസ്സുകളുടെ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന ബസ്സുകളുടെ സമയം പുനഃക്രമീകരിക്കും പ്രൈവറ്റ് ബസ്സുകളുടെ ആവശ്യത്തിന് അനുസരിച്ച് എന്നാണ്. ഈ പുനഃക്രമീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന സമയത്ത് പ്രിയദർശിനി ബസ് ഓടിക്കില്ല എന്നാണോ? അതോ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രിയദർശിനി ബസ് ഓടിക്കില്ല എന്നാണോ? ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കടിച്ചതുമില്ല പിടിച്ചതുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. പ്രൈവറ്റ് ബസ്സും ഒരു വഴിക്കാകും, KSRTCയും കട്ടപ്പുകയാകും. അതാണ് ഇപ്പോൾ ഏകദേശം സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. 2 കാലിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു KSRTC. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ 2 സർക്കാരുകൾ ഏകദേശം 14,000 കോടി രൂപയാണെന്നേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ KSRTCക്ക് നൽകിയത്. 1ഉം 2ഉം പിണറായി വിജയൻ സർക്കാർ. അങ്ങനെയാണ് ആ പ്രസ്ഥാനം ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റിയെടുത്തത്. ഇപ്പോഴിതാ അത് വീണ്ടും നശിക്കാൻ പോകുന്നു എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണേണ്ടതാണ് ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. വഴിയെ കാണാം എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ.